ഒരു വലിയ യുദ്ധഭീതിക്കിടെ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണിത് എന്ന് പറയാം. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തന്നെ. ഈ യുദ്ധം ഇന്ധനത്തെയും നമ്മുടെ അടുക്കളയും ഒക്കെ ബാധിക്കുമെന്ന് ആദ്യം തന്നെ പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു, പ്രവചനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു മൂർധന്യാവസ്ഥയിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് പാചകവാതക വില വർദ്ധിക്കുന്നത്. കമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്ക് ഇന്ന് വലിയ വില വർധന ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ATF, അതായത് വിമാനത്തിനുള്ള ഇന്ധനത്തിന് ഇരട്ടിയിലധികമാണ് വില വർധന ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി പ്രസക്തമായൊരു ചോദ്യമാണ്. ജിമ്മി, ഗ്യാസിന് വില കൂടുന്നു എന്നുള്ളത് ആർക്കായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക? ഗ്യാസിന് വില കൂടുന്നതെന്ന് വെച്ചാൽ അതൊരു പെർസെപ്ഷൻ അല്ലേ. ഏത് ഗ്യാസിന് വില കൂടിയേ? കൊമേഴ്ഷ്യലാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ വെയിറ്റ് ചെയ്തോളൂ, ഉറപ്പായിട്ടും ഗ്യാസിന് വില കൂടും. ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഗ്യാസിന് മാത്രമല്ല, പെട്രോളിന്, ഈ പറയുന്ന അവിടുന്ന് കപ്പൽ വഴി വരുന്ന ഈ സകല സാധനത്തിന് വില കൂടാൻ പോവുകയാണ്. വളരെ വളരെ മോശമായ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നമ്മുടെ ഭാഗ്യത്തിന് ഇറാൻ്റെ യുദ്ധവും നമ്മുടെ വോട്ടെടുപ്പും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് കുറച്ച് കാലത്തേക്കും കൂടി ആ വലിയ സാമ്പത്തിക ബാധ്യതയിൽ നമ്മൾ മാറി. യുദ്ധം അവസാനിച്ചാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ യുദ്ധം അവസാനിച്ചാലും പ്രശ്നമുണ്ട്. കാരണം ഈ കപ്പലിൽ ഈ ബ്ലോക്കേഡൊക്കെ കഴിഞ്ഞ് കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുറയാനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഉറപ്പായിട്ടും വളരെ വലിയ വിലക്കയറ്റത്തിലേക്കാണ് പോകുന്നത്. സർക്കാർ നടപടിയെടുക്കും. തൽക്കാലത്തേക്കൊന്നും അത് കേരളം ആണെന്ന് വിചാരിക്കരുത്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അവിടെ BJP കാര്യമായി പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത്തരം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആഗോള പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഇവർ മുമ്പ് $110 വരെ എത്തി നിന്ന കാലത്താണ് ഈ പെട്രോൾ വില ഇത്രയും കൂട്ടിയതും. അതിനുശേഷം ഇത് $60 വരെ കുറഞ്ഞപ്പോൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിരുന്ന കക്കൂസ് ഉണ്ടാക്കാനാണ് പൈസ കൊണ്ടുവന്നൊക്കെ പറഞ്ഞുള്ള വേറെ കാര്യം. പക്ഷേ അതെല്ലാം മറന്നിട്ട് വില കൂട്ടാൻ പോവാണ്. കാത്തിരുന്നുള്ളൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കത് കാണാം. ശരി, ഇത് BJPക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടിയായിരിക്കുമോ? കാരണം വെച്ചാൽ ഒരു ഭരണവിരുദ്ധ വികാരം, ആളുകളുടെ അസംതൃപ്തി ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളെയൊക്കെ ബാധിക്കില്ലേ? അല്ല, അങ്ങനെ നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ആളുകൾ കുറെ കൂടി ആ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു വെറുതെ സ്ക്രോൾ ചെയ്ത് വന്ന സമയത്ത് ഒരു വീഡിയോ കാണുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് K. സുരേന്ദ്രൻ പറയുന്നതാണ് 50 രൂപയ്ക്ക് പെട്രോൾ നൽകുന്ന, അതാണല്ലോ ഒരു വളരെ ഇതായിട്ടുള്ള ഒരു പ്രഖ്യാപനം. അപ്പം അതൊക്കെ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ചിരിച്ച് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാവുന്നു. അപ്പം അതിലൊരു സംഗതി ഇതിനെ ഈ യുദ്ധകാല സാഹചര്യത്തിലല്ല, അല്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് കമ്പനികൾക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തുകൊണ്ടുള്ള നിലപാട് വളരെ കാര്യമായി അതിൽ പങ്കുവച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നോക്കൂ, ഇന്ന് 195 രൂപ ഉയർത്തി 2058 രൂപ 19 കിലോ വരുന്ന ഒരു സിലിണ്ടറിന്. നോക്കൂ, നമ്മുടെ കയ്യിൽ നിന്ന് 10 രൂപയോ 12 രൂപയോ ചായക്ക് വാങ്ങുന്ന ആളുകൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അല്ല, അവരെ വല്ലതും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു കോമൺ മാൻ സിനാറിയോ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത് അവരെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണത് നമുക്ക് ഫൈനലി പറയാൻ കഴിയില്ല. പക്ഷേ എന്നാൽ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു റിയാക്ഷന് കാരണമായിക്കൂടായില്ല തീർച്ചയായിട്ടും. സാജുന് എന്ത് തോന്നുന്നു ഒരു കോമൺ മാൻ എന്ന നിലയിൽ? എനിക്ക് ഇതിനകത്ത് തെരഞ്ഞെടുപ്പൊന്നുമില്ല ഞാൻ പറയുന്നത്, പോക്കറ്റ് കാലിയാവുന്നതിനെ കുറിച്ചാണ്. കാരണം ഗ്യാസ് ഉപയോഗിക്കാത്ത കാര്യങ്ങൾക്കും വില കൂടിയിരിക്കുന്നു. നമ്മുടെ ഈ ഓഫീസിന് തൊട്ടടുത്തുള്ള ഒരു കടയിൽ കരിക്കിൻ ജ്യൂസിന് വരെ 5 രൂപ കൂടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതായത് ഗ്യാസിനാണല്ലോ ക്ഷാമം, ഗ്യാസ് ഉപയോഗിക്കാത്ത കരിക്കിൻ ജ്യൂസിന് വരെ വില കൂടിയിരിക്കുന്നു. അതായത് സംസ്ഥാനത്ത് രാജ്യത്ത് വിലവർദ്ധനവ് ഇപ്പോഴേ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ പോലും ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത്, ഇവിടെയുള്ള സുഹൃത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ ഇവിടെ അടുത്തുള്ള പോയി ഭക്ഷണം കഴിക്കാൻ. എല്ലാ വിഭവമൊന്നും ഇല്ല കേട്ടോ, ആകെ ബിരിയാണി മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് കഴിച്ചിട്ട് പോകാം എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചായക്കട രാവിലെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ, ചായ കുടിക്കാൻ പോയപ്പോൾ പറഞ്ഞ കാര്യമാണ്. അവിടെ കടി വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ തൊട്ട് കുറേ കടകളിൽ കടി വിതരണം ചെയ്യുക. അയാൾ പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് തൊട്ട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലായിട്ട് തന്നെ 10-30 കടകൾ ഈ സമയം കൊണ്ട് അടച്ചുപൂട്ടിയെന്ന്. അതായത് നമ്മളെ ശരിക്കും സാമ്പത്തികമായി ഇത് ബാധിച്ചിരിക്കുന്നു. ഇനി കുറച്ച് പ്രവാസികൾ കൂടി യുദ്ധം നീണ്ടുപോയി തിരിച്ചെത്തിയാൽ നമ്മളുടെ പുകൾപ്പെട്ട കേരള മാതൃക പട്ടിണിയിലാകും എന്നതായിരിക്കും വരാൻ പോകുന്ന ദുരന്തം. എന്തായാലും ഇന്ത്യ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ മോദിയുടെ നയതന്ത്രമാണ് പ്രധാന പ്രശ്നമെന്നാണ് കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഇറാൻ നമ്മുടെ ശത്രുരാജ്യമൊന്നുമല്ല, നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമാണ്. അങ്ങനെ സുഹൃത്ത് രാഷ്ട്രമായ ഇറാന് മേൽ മറ്റ് 2 രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണമായിരുന്നു? ഒരു സുഹൃത്തിനെ 2 പേർ ചെന്ന് ആക്രമിക്കുമ്പോൾ ഇന്ത്യ പ്രാഗ്മാറ്റിക് ഡിപ്ലോമസി എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ ഇന്ത്യ എത്തിച്ചേർന്നത്. അതേസമയം ഇറാൻ്റെ മറ്റ് സുഹൃത്ത് രാഷ്ട്രങ്ങൾക്ക് ഇത്ര പ്രശ്നമില്ല, എന്തുകൊണ്ട് ഇന്ത്യക്ക് മാത്രമേ ഈ പ്രശ്നം വരുന്നു എന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം. എന്തായാലും
ആഗോള പ്രശ്നങ്ങൾ നമ്മുടെ അടുക്കളയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും സമീപത്തുള്ള ഏറ്റവും വ്യക്തമായൊരു ഉദാഹരണമായി ഇറാൻ യുദ്ധം മാറുകയാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അത് സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ.